വേണമെങ്കിൽ ന്യൂസ് വെച്ചോ. നിങ്ങൾ മനോഹരേട്ടാ എന്തൊക്കെ അഭ്യാസം കാണിക്കണേ. ഇത്രയും പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന അല്ലാത്തയും പെണ്ണുങ്ങൾ വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യരാണ്. ഈ പറയുന്ന പോലെ എല്ലാവർക്കും നമുക്കൊരു പെട്ടെന്ന് ഒരു ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പകച്ചുപോയി. എന്റെ ബാല്യം പോകുമ്പോ എന്ത് പറ്റി ചോദി പറയൂ പറയൂ. 100 പേർ അവരുടെ കൊടുത്ത കേസുകൾ നീതി കിട്ടിയോ? ഇല്ല. അതൊക്കെ പോക്സോ കേസുകളൊക്കെ കൺസിഡർ ചെയ്യാൻ ഈ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കില്ലേ ജോർജ് കുട്ടി. 2015 അഗസ്ത്യർ വനത്തിനകത്ത് 3 രാഷ്ട്രീയ നേതാക്കന്മാര് 5 കുട്ടികളെ ഇതുപോലെ റേപ്പ് അറ്റംപ്റ്റ് നടത്തി ചെയ്തിട്ട് ആ കേസൊന്നും ഇന്ന് വരെ കോടതി കൺസിഡർ പോലും ചെയ്തിട്ടില്ല. തെളിവുകൾ ഹാജരാക്കാതെ ഈ കേസെന്നല്ല ഒരു കേസും കോടതിയിൽ നിലനിൽക്കില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ആ നാട്ടിൽ പിന്നെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. അവരിപ്പോഴും ഷെൽട്ടർ ഹോമിനകത്ത് അടയ്ക്കപ്പെടുകയാണ്. ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. അപ്പൊ ഇവര് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വന്ന് അവരുടെ അമ്മമാരെ ഒക്കെ സ്വാധീനിക്കും, അവരെ ഭീഷണിപ്പെടുത്തും. വീട് അടിച്ചു പൊട്ടിച്ച, സ്വന്തം അമ്മയുടെ കൈ തല്ലി ഒടിച്ച, വീടിന് അടിച്ചു പൊട്ടിച്ച കേസുകൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവനെ വല്ല മനസാക്ഷി എന്നുള്ള സാധനമുണ്ടോ? കുറ്റവാളിയെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുത്താനേ എനിക്ക് കഴിയൂ. കോസ്മിക് ലോ, അതിൽ നിന്ന് ആർക്കും ആരെയും രക്ഷപ്പെടുത്താനാവില്ല. അപ്പൊ വളരെ ദുർബലരായിട്ടുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഷെൽട്ടർ ഹോമുകൾ ഉണ്ടെന്നും അതിനകത്ത് 100 കണക്കിന് കുട്ടികളും സ്ത്രീകളും ഉണ്ടെന്നുള്ള കാര്യം ആദ്യം അജിക്ക് മനസ്സിലാക്കി സംസാരിക്കും. വെറുതെ കാലത്ത് വെടിവെക്കാതെ. ഇനി അടവൊന്നും മാറ്റിയാലേ രക്ഷയുള്ളൂ. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. അതിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു പീഡനം എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കൂടുതലും എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. നിങ്ങൾ ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല അല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചൂടെ നിനക്ക്? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. എടാ തനിക്ക് ഇത് തന്നെ ഒന്നും പറയാനില്ല. തനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് സാമർത്ഥ്യം വേണ്ട. സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ഒന്നുമില്ല. ഇയാൾ പറഞ്ഞ പോക്സോ കേസിലെ പെട്ട കുഞ്ഞുങ്ങൾ സ്ത്രീകളുടെ നിയമത്തിലുള്ള സംരക്ഷണം പലരും ദുരുപയോഗിക്കുന്നുണ്ട്. ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടിവിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല. എന്നെ മെനക്കെടുത്താത്ത കോണർ മുറുക്ക് ഇറങ്ങിയിരിക്കണോ? നീയാണല്ലോ കോടതി. എന്താ കയ്യിലുള്ള തോന്നിയാസം? ഇത്തരം ആൾക്കാരെ സംസാരിക്കാൻ വിളിക്കാതിരിക്കും. ഇത് വലിയ കുഞ്ഞുങ്ങളെ നമ്മളെ ചൊറിയാമെന്നാ നമ്മളെ ഏറി മാന്തും. നീ എന്തിനാണ് ചെറിയ കാര്യത്തിന് കത്തിയെടുക്കുന്നത്? കടിച്ചിട്ട് മാന്തിയതാണ്. ഇയാളെന്ന് ഒരിക്കലും ചർച്ചയ്ക്ക് വിളിക്കരുത്. ഇത് സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയ എന്റെ മുൻപിൽ ഇരുന്നിട്ട് എന്റെ അടുത്തിരുന്നിട്ട് എന്നെ ഇടപെടുന്ന് വിളിക്കാൻ ആർക്കാ കൾച്ചറുള്ള സംസ്കാരമുണ്ടോ? സംസ്കാരമുണ്ടോ? അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് സംസ്കാരമല്ല ഭാഷ. കുഞ്ഞുങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. എവിടെ കുട്ടികളെ അപമാനിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? നോക്കിക്കോടാ പന്നി.